അപ്പോൾ വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെ ഒരു മുസ്ലിം വിരോധം കുത്തിപ്പൊക്കുക, അതിനെ പരമാവധി ആക്കം കൊടുക്കുക, അങ്ങനെ സ്വന്തം സഭയിൽ ഒരു ദൃഢീകരണം ഉണ്ടാക്കിയെടുക്കുക, അവരുടെ കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള എതിർപ്പുകളെ മൂടി വയ്ക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള താല്പര്യം തന്നെയാണ് അവരെ ഇക്കാര്യത്തിൽ സംഘികൾക്കൊപ്പം നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇനിയും വഞ്ചിതരാകാതെ തങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് ഒരു ജനാധിപത്യ നിലപാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് മുൻപത്തെ ജനങ്ങൾ സന്നദ്ധമാവുക എന്നുള്ളത് തന്നെയാണ്, അവരെ പിന്തുണയ്ക്കാനായിട്ട് എല്ലാ ജനാധിപത്യവാദികളും പുരോഗമനവാദികളും അണിനിരക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രശ്നത്തിൽ പരിഹാരത്തിനുള്ള ഏകമാനം. സിംഗപ്പൂരും അടിക്കടെയുള്ള ഈ ട്രംപിൻ്റെ നയമാറ്റങ്ങളും ആഗോള സമ്പദ്ഘടനയെ വല്ലാതെ വലച്ചിട്ടുണ്ട്, ഉൽപ്പാദന ശൃംഖലകളെയും അത് വല്ലാതെ വലച്ചിട്ടുണ്ട്. കാരണം എന്താണ് വരാൻ പോകുന്നത്, അവസാനം എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ രൂപം എന്നുള്ളത് തീർത്തും അനിശ്ചിതമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഡോളറിൻ്റെ വില ഇടിഞ്ഞിട്ടുണ്ട്. അത് ട്രംപ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ചീത്തക്കാരിയല്ല. കാരണം ഡോളറിൻ്റെ വില ഇടിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ചരക്കുകളുടെ കയറ്റുമതിക്ക് അത് ഗുണം ചെയ്യും. കാരണം അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വില കുറയും, ഡോളർ വില കുറയും. പക്ഷേ ഡോളറിൻ്റെ മാത്രമല്ല വില ഇടിഞ്ഞിരിക്കുന്നത്, അതോടൊപ്പം തന്നെ അമേരിക്കൻ സർക്കാർ നൽകുന്ന കടപ്പത്രങ്ങളുടെ വിലയും ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. നേരും നിറവും പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മുനമ്പത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാം. വളരെ മുമ്പ് തന്നെ ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം ഉൾപ്പെടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ പുതുതായിട്ട് പാസ്സാക്കിയിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് മുൻപം പ്രശ്നത്തിനൊരു പരിഹാരമാകില്ല എന്ന വസ്തുത കേന്ദ്രമന്ത്രി തന്നെ വന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് ചതിയായിപ്പോയി, ജനങ്ങളെ വഞ്ചിച്ചു, കബളിപ്പിച്ചു, രാഷ്ട്രീയക്കാർ ജനങ്ങളെ കബളിപ്പിച്ചു എന്നൊക്കെ ചില സഭാ നേതൃത്വങ്ങളും സമരസമിതിയുടെ നേതൃത്വങ്ങളും ഇന്നിപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഈ മുൻപത്തെ ഭൂമിക്ക് മേലുള്ള അവകാശം, കാലങ്ങളായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത് പറയുന്ന ആൾക്കാർ വീണ്ടും അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. കാരണം വഖഫ് ഭേദഗതി ബില്ലിൻ്റെ കരടിലും സംയുക്ത പാർലമെൻ്ററി സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലും ഇപ്പോൾ ഒടുവിൽ ഭേദഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാസ്സാക്കിയിരിക്കുന്ന പുതിയ ഭേദഗതിയിലും വഖഫ് ഭേദഗതി നിയമത്തിലും പൂർവ്വകാല പ്രാബല്യമില്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. അപ്പം ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള അറിവ് തീർച്ചയായിട്ടും ഈ ഇന്ന് കബളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുന്ന സഭാ നേതൃത്വങ്ങൾക്കും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കും അതുപോലെ തന്നെ സമരസമിതി നേതൃത്വങ്ങൾക്കും ഇവരുടെ ഉപദേഷ്ടാക്കൾക്കും ഉള്ളതാണല്ലോ. എഴുത്തും വായന അറിയുന്നവരാണല്ലോ ഇവരൊക്കെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ചും നിയമപരിജ്ഞാനമൊന്നും ഇല്ലാതെ തന്നെ ഇതിലെവിടെയും പൂർവ്വകാല പ്രാബല്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് മനസ്സിലാക്കാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപം പ്രശ്നത്തിന് ഈ ഭേദഗതി ബാധകമാകില്ല എന്ന് മനസ്സിലാക്കാനും കഴിയേണ്ടതായിരുന്നു അവർക്ക് തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഭേദഗതി ബില്ല്, വഖഫ് ഭേദഗതി ബില്ല് നടപ്പാക്കലാണ് കേന്ദ്ര വിഷയം എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയത്? അസംബ്ലിയിൽ അതിനെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയതിനെ അപലപിച്ചത് എന്തിനാണ്? ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ സംയുക്തമായി ഇതിന് അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിൽ നിന്ന് പോയ എംപിമാരോട് ആവശ്യപ്പെട്ട് എന്തിനാണ്? ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ ഈ നിയമം വായിച്ച് നോക്കിയിട്ടില്ല എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? അല്ല അതിൻ്റെ ബില്ല് വായിച്ചിട്ടില്ല എന്നോ അവസാനം വോട്ടിടാൻ പോകുന്ന നിയമം കണ്ടിട്ടില്ല എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതൊക്കെ അവർ കണ്ടിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ ബഹളം വെച്ചത്. അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, ആ കബളിപ്പിക്കലൊരു രാഷ്ട്രീയമുണ്ട്, സംഖ്യകളുടെ കബളിപ്പിക്കലിനൊരു രാഷ്ട്രീയമുണ്ട്, ആ കബളിപ്പിക്കലിന് കൂട്ടുനിന്ന ആൾക്കാരുടെ പ്രവർത്തിക്കുമ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടത്.
മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശം, ഭൂമിക്ക് മേലുള്ള അവകാശം, അത് വഖഫായി നൽകിയപ്പോൾ തന്നെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവരവിടുത്തെ കുടികിടപ്പുകാരായിരുന്നു. കുടികിടപ്പുകാരായിട്ട് ആൾക്കാർ നിൽക്കുമ്പോൾ ആ കുടികിടപ്പിനെ കുറിച്ചൊരു തീർപ്പുണ്ടാക്കാതെ ആ ഭൂമി എങ്ങനെയാണ് വഖഫായിട്ട് കൊടുക്കാൻ പറ്റുക? ഇസ്ലാമിക ധാരണ പ്രകാരം അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അവിടെ മുതൽ അത് തുടങ്ങുന്നുണ്ട്. ജനങ്ങളോടുള്ള വഞ്ചനയും ജനങ്ങളെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ. പിന്നീടിത് ഫറൂഖ് കോളേജിന് കൈമാറുമ്പോഴും ഫറൂഖ് കോളേജ് അവരുടെ കുടികിടപ്പ് അവകാശം അനുവദിച്ചു കൊടുക്കുന്നതിന് പകരം അതിൽ ചില ആൾക്കാർക്ക് മാത്രം അങ്ങനെ ചെയ്യുകയും ബാക്കിയുള്ള ആൾക്കാർക്ക് അത് കച്ചവടം ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും ജനങ്ങളാണ് അവിടെ വഞ്ചിക്കപ്പെട്ടത്. പിന്നീട് ഈ ഭൂമി വഖഫാണെന്ന് കണ്ടെത്തുന്ന കമ്മീഷൻ, അച്യുതാനന്ദൻ മന്ത്രിസഭ നിയമിച്ച കമ്മീഷൻ, ഇതൊന്നും പരിഗണിക്കാതെയാണ് ചെയ്യുന്നത്. കാരണം ഈ ഭൂമി കൈമാറ്റവും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ കുടികിടപ്പുകാരുണ്ട്. കുടികിടപ്പിനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഭൂപരിഷ്കരണ നിയമത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ കൂട്ടരെല്ലാവരും ഇതുവരെയും ജനങ്ങളെ അവിടെ വഞ്ചിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ഈ പറയുന്ന ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ ഇതിന് പിന്തുണച്ച് നിന്നിരുന്ന, ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവരുടെ പങ്കാളിത്തമുണ്ട്. അത് അവരുടെ സവർണതയിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. കാരണം സവർണ ക്രിസ്ത്യാനികളാണ് അവരപ്പോൾ, അതുകൊണ്ട് തന്നെ സവർണ ഹിന്ദുക്കളുമായിട്ട് അവർക്കൊരു ഐക്യമുണ്ട്. ഇന്നത്തെ മോഡി സർക്കാരിൻ്റെ സംഘീയ ഭരണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെ ഒരു മുസ്ലിം വിരോധം കുത്തിപ്പൊക്കുക, അതിനെ പരമാവധി ആക്കം കൊടുക്കുക, അങ്ങനെ സ്വന്തം സഭയിൽ ഒരു ദൃഢീകരണം ഉണ്ടാക്കിയെടുക്കുക, അവരുടെ കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള എതിർപ്പുകളെ മൂടി വയ്ക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള താല്പര്യം തന്നെയാണ് അവരെ ഈ കാര്യത്തിൽ സംഘികൾക്കൊപ്പം നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനിയും വഞ്ചിതരാകാതെ തങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് ഒരു ജനാധിപത്യ നിലപാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് മുനമ്പത്തെ ജനങ്ങൾ സന്നദ്ധമാവുക എന്നുള്ളത് തന്നെയാണ്, അവരെ പിന്തുണയ്ക്കാനായിട്ട് എല്ലാ ജനാധിപത്യവാദികളും പുരോഗമനവാദികളും അണിനിരക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരത്തിനുള്ള ഏക വഴി. ആ ദിശയിലേക്ക് നീങ്ങാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയേണ്ടതാണ്. സംസാരിക്കേണ്ട മറ്റൊരു വിഷയം ട്രംപിൻ്റെ ചുങ്കപ്പോരാണ്. ചുങ്കയുദ്ധം എന്നോ ചുങ്കപ്പോരോ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ട്രംപ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാകും, ചുങ്കം ഇത്രയും വർദ്ധിപ്പിച്ചു, ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ഇല്ല, തൽക്കാലം മരവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രഖ്യാപനം ഉണ്ടാകും. അതിൻ്റെ പിറ്റേന്ന് വീണ്ടും താകുത്തനെ കൂട്ടി എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും അതിൻ്റെ പുറകിലൊരു യുക്തിയുണ്ട്. ആ യുക്തി എന്ന് പറയുന്നത് ട്രംപിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ സമിതിയുടെ തലവനായിട്ടുള്ള സ്റ്റീഫൻ മീരനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ആഗോള വ്യാപാര വ്യവസ്ഥയെ പുനഃസംഘടിപ്പിക്കാനുള്ള മാർഗരേഖയിൽ മീരൻ ഇതിനുള്ള ന്യായങ്ങൾ നിരത്തിയിരുന്നു. മീരൻ്റെ വാദഗതി അനുസരിച്ച് അമേരിക്ക പ്രതിഫലം പറ്റാതെ ലോകത്തിനായിട്ട് 2 സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് അമേരിക്കൻ നാണ്യമായിട്ടുള്ള ഡോളർ കരുതൽ നാണ്യമായി നിലനിർത്തുന്നു. രണ്ടാമത് ആഗോള സൈനിക സാന്നിധ്യത്തിലൂടെ, അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിലൂടെ ലോകത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഇതിനു വേണ്ട ഭീമമായ ചെലവ് സ്വയം വഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അമേരിക്ക ചെയ്യുന്ന പൊതുസേവനങ്ങൾ, ആ പൊതുസേവനങ്ങളെ ഉപയോഗപ്പെടുത്താൻ മറ്റു ലോകരാജ്യങ്ങളൊക്കെ തയ്യാറാണ്, ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ പകരം അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇത് നേടിയെടുക്കാനായിട്ടൊരു മാർഗമായിട്ടാണ് ഈ ചുങ്ക യുദ്ധത്തിന് ഈ പറയുന്ന മീരൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആഗോള വ്യാപാരം വർദ്ധിക്കുന്ന തോതിൽ ഡോളറിൻ്റെ ആവശ്യം വർദ്ധിപ്പിക്കും. കാരണം ഈ വ്യാപാരത്തിൽ അധികവും ഡോളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ വ്യാപാര കമ്മി കൂടുമ്പോൾ ആ രാജ്യത്തിൻ്റെ നാണ്യത്തിൻ്റെ മൂല്യം കുറയും. അങ്ങനെ നാണ്യത്തിൻ്റെ മൂല്യം കുറയുമ്പോൾ ആ രാജ്യത്തു നിന്നുള്ള കയറ്റുമതിക്കുള്ള സാധ്യത കൂടും.
അങ്ങനെ ആ കമ്മി നികത്തിപ്പോവും, വ്യാപാര കമ്മി നികത്തിപ്പോകുന്നതിലേക്ക് അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അമേരിക്കയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല. കാരണം ഡോളർ എന്ന് പറയുന്നത് കരുതൽ നാണ്യമാണ്, ലോകത്തിൻ്റെ കരുതൽ നാണ്യമാണ്. അപ്പോൾ ഡോളറിൻ്റെ ആവശ്യം കൂടുന്നതനുസരിച്ചിട്ട്, ലോകവ്യാപാരത്തിൻ്റെ തോത് കൂടുന്നതനുസരിച്ചിട്ട്, ഡോളറിനുള്ള ആവശ്യം കൂടുന്നതനുസരിച്ചിട്ട് ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെ വില കൂടും, ഡോളറുകളിലുള്ള വില കൂടും. അപ്പോൾ ഇതാണ് വ്യാപാര കമ്മി കുത്തനെ കൂടാനായിട്ടുള്ള കാരണമെന്നാണ് മിച്ചൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പരിഹാരമാണ് ചുങ്കവർദ്ധനവ്. അപ്പോൾ ഇതിന് ചെയ്യുന്നതിലൂടെ മറ്റ് രാജ്യങ്ങളെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തെ സംബന്ധിച്ച പുതിയ വ്യവസ്ഥകളിൽ, പുതിയ കരാറുകളിൽ എത്തിച്ചേരാൻ നിർബന്ധിക്കാനാവും. അതിൽ പ്രധാനപ്പെട്ടത് അവരുടെ രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കൻ കയറ്റുമതിക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അതിനുള്ള ചുങ്കം അവർ കുറയ്ക്കണം, അമേരിക്കൻ ചരക്കുകൾ കൂടുതലായിട്ട് വാങ്ങിക്കണം. അങ്ങനെ അവരുടെ വിപണിയിലേക്ക് കടന്നു കയറാനായിട്ട് അമേരിക്കയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് വ്യാപാര കമ്മി കുറയ്ക്കാനായിട്ട് അവർ മുന്നോട്ട് വരണം, മറ്റ് രാജ്യങ്ങൾ. കാരണം മീറിൻ്റെ യുക്തി അനുസരിച്ചിട്ട് അമേരിക്ക നേരത്തെ പറഞ്ഞ പൊതുസേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് ഇത് ചെയ്യാൻ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ബാധകമാണ് എന്നാണ് അയാൾ വാദിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളിലെ ചുങ്കം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് മറ്റൊരു കാര്യം കൂടി നേടാൻ കഴിയുമെന്നാണ് കണക്കൂട്ടൽ. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, ഇന്ന് അമേരിക്കയിലെ പല വൻകിട കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകൾ അമേരിക്കയിലുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും നിർത്തലാക്കുകയോ ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടാണ് ഉൽപ്പാദനം നടത്തുന്നത്. മറ്റ് രാജ്യങ്ങൾ ഫാക്ടറി സ്ഥാപിച്ചിട്ട് ഉൽപ്പാദനം നടത്തുന്നു. എന്നിട്ട് അവിടെ ഉൽപ്പാദിപ്പിച്ച ചരക്കുകൾ തിരിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു. അപ്പോൾ ഇത് അവസാനിപ്പിച്ച് തിരിച്ച് ഈ കമ്പനികളൊക്കെ തന്നെ അമേരിക്കയിൽ വന്ന് ഉൽപ്പാദനം നടത്തുന്നൊരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ട്രംപ് ഭരണത്തിൻ്റെ ഒരു പ്രധാന ആവശ്യം. അപ്പോൾ ഇങ്ങനെ ചുങ്കം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരവിടെ നിന്ന് കയറ്റി അയക്കുന്ന അമേരിക്കൻ കമ്പനികൾ വിദേശത്ത് പോയിട്ട് നിർമ്മിക്കുന്ന ചരക്കുകൾ തിരിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഈ ചുങ്കവർദ്ധനവ് കാരണം അതിൻ്റെ വില വർദ്ധിക്കും. അപ്പോൾ അവരുടെ അമേരിക്കയിലുള്ള വിപണിക്ക് അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ആ വിപണി നിലനിർത്താനായിട്ട് അവിടുത്തെ ഇടപാട് നിർത്തി തിരിച്ച് അമേരിക്കയിൽ വന്ന് വീണ്ടും ഉൽപ്പാദനം തുടങ്ങും, അല്ലെങ്കിൽ പുതുതായിട്ട് ഫാക്ടറി സ്ഥാപിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് അമേരിക്കയിലെ ഉൽപ്പാദന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും, നിർമ്മാണ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും എന്നൊക്കെയാണ് കണക്കൂട്ടൽ. അപ്പോൾ ഇവിടെ ഈ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ യുക്തി എന്ന് പറയുന്ന ഒട്ടും തന്നെ യുക്തിഭദ്രമല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ അമേരിക്കയിലാണ് ആപ്പിൾ കമ്പനിയാണ് ഐഫോൺ നിർമ്മിക്കുന്നത്. ഈ ഐഫോണിൻ്റെ അമേരിക്കയിലേക്ക് ഇറക്കുമതി വിൽക്കുന്ന ആപ്പിളിൻ്റെ ഐഫോണുകളിൽ 90% ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ ചുങ്കം, ചൈനയ്ക്കെതിരെ ട്രംപ് ഇപ്പോൾ നടപ്പാക്കുന്ന ചുങ്കം നിർദ്ദേശിക്കുന്ന ചുങ്കം നടപ്പാക്കി കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഫോണിൻ്റെ വില അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികമാകും. സ്വാഭാവികമായിട്ടും അതവിടെ വിറ്റുപോകില്ല, അല്ലെങ്കിൽ വിൽപ്പനയിൽ കാര്യമായിട്ട് ഇടിവുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 60% മാർജിൻ കിട്ടുന്ന ആപ്പിൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടക്കച്ചവടമാകും. ഇത് ഐഫോണിന് മാത്രമല്ല മറ്റു പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ബാധകമായ കാര്യമാണ്. അപ്പോൾ ഇത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചുങ്കം കുത്തനെ കൂട്ടിയതിന് ശേഷം, ചൈനയ്ക്കെതിരെയുള്ള ചുങ്കം കുത്തനെ കൂട്ടിക്കൊണ്ടിരുന്നതിന് ശേഷം പെട്ടെന്ന് ഇനി മുതൽ സ്മാർട്ട് ഫോൺ, ഐഫോണൊക്കെ ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോണുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ, അതുപോലെയുള്ള മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, ഇതിലൊക്കെ തന്നെ തൽക്കാലം ഈ ചുങ്കം ബാധകമല്ല എന്നുള്ള പ്രഖ്യാപനമായിട്ട് ട്രംപിന് വരാൻ നിർബന്ധിതമായി. കാരണം അയാളെ താങ്ങി നിർത്തുന്ന ബഹുരാഷ്ട്ര കുത്തകൾക്ക് തന്നെയാണ് വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ സമ്മർദ്ദം ചെലുത്തും. ഈ പരിപാടി പറ്റില്ല, ഞങ്ങളുടെ ഇടപാട് കൂട്ടുന്ന കാര്യമാണ്, ഞങ്ങളുടെ ഇടപാട് കൂട്ടിയാൽ തനിക്കും കാശ് തരാൻ പറ്റില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് മാറ്റിയേ പറ്റുമെന്ന് ആവശ്യപ്പെടുവരും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പല ചരക്കുകളുടെയും ഉൽപ്പാദനവും വ്യാപാരവും രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്.
പലയിടത്തു നിന്നും വരുന്ന അസംസ്കൃത വസ്തുക്കൾ, പലയിടത്തും നിർമ്മിക്കപ്പെടുന്ന അതിൻ്റെ ഭാഗങ്ങൾ, അതെല്ലാം സംയോജിപ്പിച്ച് ഉൽപ്പന്നമാക്കുന്നത് മറ്റൊരിടത്ത്, അത് വാങ്ങുന്ന ഉപഭോക്താവ് വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഇതിൽ ഒരിടത്തെ കയറ്റുമതി ഞെരുക്കിയാൽ അത് സ്വാഭാവികമായിട്ട് ഈ മുഴുവൻ ശൃംഖലയെയും ബാധിക്കും. അതുകൊണ്ട് വ്യാപാരത്തെ നിയന്ത്രിക്കാനുള്ള ആയുധമായിട്ട് ചുങ്കത്തെ പ്രയോഗിക്കാനുള്ള സാധ്യത, അതിനൊരു ആയുധമാക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണ് ഇന്നത്തെ ലോകത്ത്. ട്രംപിൻ്റെ നീക്കങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ആയിട്ടുള്ള അമേരിക്കയുടെ വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് ഭീമമായിട്ടുള്ള വ്യാപാര കമ്മിയുണ്ട്. ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. പക്ഷെ അതിനപ്പുറം അമേരിക്കയെ സാമ്പത്തികമായിട്ടും സാങ്കേതിക രംഗത്തും എല്ലാ അർത്ഥത്തിലും വെല്ലുന്ന ഒരു ശക്തിയായിട്ട് വളരുന്ന ചൈനയെ ആ വളർച്ച തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ പരമാധിപത്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ചുങ്ക മത്സരം യഥാർത്ഥത്തിൽ കൂടുതലും ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ്, ചൈനയല്ല. കാരണം അമേരിക്കയിൽ നിന്ന് ചൈനയുടെ ഇറക്കുമതി എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ മുതലായുള്ള കാര്യങ്ങളൊക്കെയാണ്, ധാന്യങ്ങളൊക്കെയാണ് കൂടുതലും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ട്രംപ് ഭരണകാലത്തിൽ വന്ന ചുങ്കവർദ്ധനവിൻ്റെയൊക്കെ ഫലമായി അമേരിക്ക ചൈനയ്ക്കെതിരെ നടപ്പാക്കിയ പല സാമ്പത്തിക നിയന്ത്രണങ്ങളുടെയൊക്കെ ഫലമായിട്ട് അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ്റെ ഇറക്കുമതി, അതുപോലെ ചോളത്തിൻ്റെ ഇറക്കുമതിയൊക്കെ തന്നെ ചൈന വെട്ടിക്കുറയ്ക്കുകയും അതെല്ലാം ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിൽ ഈ ചരക്കുകൾ വിറ്റഴിയാതായപ്പോഴത്തേക്കും അവിടുത്തെ ഈ കാർഷിക മേഖലയിലുള്ള വൻകിടക്കാർ ബഹളം കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ഒടുവിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക തിരുവയിൽ നിന്ന്, അധിക ചുങ്കത്തിൽ നിന്ന് ഒരു ഭാഗം ഈ കാർഷിക മേഖലയ്ക്കുള്ള സബ്സിഡി ആയിട്ട് കൊടുക്കാൻ ട്രംപ് ഭരണം നിർബന്ധിതമാണ്. നേരെ മറിച്ച് അമേരിക്ക ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള സ്മാർട്ട് ഫോൺ പോലുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതല്ലെങ്കിൽ അമേരിക്കയിൽ നടത്തുന്ന ഉൽപ്പാദന പ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള ഭാഗികമായിട്ട് സംസ്കരിക്കപ്പെട്ട വസ്തുക്കൾ, ഉദാഹരണത്തിന് മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് കാറുകളും മറ്റുമൊക്കെ അതിനാവശ്യമായിട്ടുള്ള ബാറ്ററികൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ ആവശ്യമായിട്ടുള്ള അമൂല്യ ധാതുക്കൾ, റെയർ എർത്തുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ, ചുങ്കം വർദ്ധിപ്പിച്ച് അത് വാങ്ങിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇവിടുത്തെ അമേരിക്കയിലുള്ള ഫാക്ടറി ഉടമകൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയിലെ ഉൽപ്പാദന പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുങ്ക മത്സരം ഫലത്തിൽ അമേരിക്കയാണ് കൂടുതലും ബാധിക്കുക, ചൈനയല്ല എന്നതാണ് മുൻകാല അനുഭവം കാണിച്ചു തരുന്നത്. ചുങ്കപ്പോരും അടിക്കടിയുള്ള ഈ ട്രംപിൻ്റെ നയമാറ്റങ്ങളും ആഗോള സമ്പദ്ഘടനയെ വല്ലാതെ ഒലച്ചിട്ടുണ്ട്. ഉൽപ്പാദന ശൃംഖലകളെയും അത് വല്ലാതെ ഒലച്ചിട്ടുണ്ട്. കാരണം എന്താണ് വരാൻ പോകുന്നത്, അവസാനം എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ രൂപം എന്നുള്ളത് തീർത്തും അനിശ്ചിതമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഡോളറിൻ്റെ വില ഇടിഞ്ഞിട്ടുണ്ട്. അത് ട്രംപ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ചീത്തക്കാരിയല്ല. കാരണം ഡോളറിൻ്റെ വില ഇടിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ചരക്കുകളുടെ കയറ്റുമതിക്ക് അത് ഗുണം ചെയ്യും. കാരണം അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വില കുറയും, ഡോളർ വില കുറയും. പക്ഷേ ഡോളറിൻ്റെ മാത്രമല്ല വില ഇടിഞ്ഞിരിക്കുന്നത്, അതോടൊപ്പം തന്നെ അമേരിക്കൻ സർക്കാർ നൽകുന്ന കടപ്പത്രങ്ങളുടെ വിലയും ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ കടപ്പത്രങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് കാലാകാലങ്ങളായിട്ട് അമേരിക്കൻ സർക്കാർ അവരുടെ ബഡ്ജറ്റ് കമ്മി നികത്തിക്കൊണ്ടിരുന്നത്. ഡോളർ ഒരു കരുതൽ നാണയമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡോളർ നാണയത്തിൽ കണക്കാക്കപ്പെടുന്ന കടപ്പത്രങ്ങൾ ഒരു ഉറപ്പുള്ളൊരു നിക്ഷേപമായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്, വിദേശ രാജ്യങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥ വന്നതോടുകൂടി ഈ കടപ്പത്രങ്ങൾ ആൾക്കാർ വിറ്റുപോവുകയാണ്. ഇനി കുറച്ച് വർഷങ്ങളായിട്ട് ഈ കടപ്പത്രങ്ങളുടെ തന്നെ ഉടമസ്ഥതയിൽ വന്നൊരു മാറ്റവും ശ്രദ്ധേയമാണ്.
മുൻകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളായിരുന്നു അതിൽ പ്രധാനമായിട്ട് ഉടമസ്ഥർ. ഉദാഹരണത്തിന് ജപ്പാൻ, ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമാണ് കടപ്പത്രങ്ങളിൽ കൂടുതലും വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. വിദേശ രാജ്യങ്ങളുടെ ഉടമസ്ഥത ഉള്ള കടപ്പത്രങ്ങളുടെ തോത് കുറയുകയും നേരെ മറിച്ച് അമേരിക്കയിൽ തന്നെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, പെൻഷൻ ഫണ്ട് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന കടപ്പത്രങ്ങളുടെ അളവ് കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടപ്പത്രത്തിൻ്റെ മൂല്യം ഇടിയുക എന്ന് പറയുമ്പോൾ അത് അമേരിക്കയിൽ തന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളാണ് നേരിട്ട് ബാധിക്കുന്നത്. എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനങ്ങളെ, മധ്യവർഗം ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിനാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭവം തിരിഞ്ഞ് കുത്തുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കടപ്പത്രങ്ങളുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവാണ് വാസ്തവത്തിൽ ഈ കുത്തനെയുള്ള ചുങ്കവർദ്ധനവിന് ശേഷം അത് 3 മാസത്തേക്ക് മരവിപ്പിക്കാനായിട്ട് ഉള്ള തീരുമാനമായിട്ട് ട്രംപിനെ നിർബന്ധിച്ചത്. ഇപ്പം ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് അമേരിക്കയുടെ വ്യാപാര കമ്മി, അമേരിക്കയിൽ നിന്നുള്ള വ്യവസായങ്ങൾ പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, സുരക്ഷാവാദം, ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ വാസ്തവത്തിൽ ട്രംപിൻ്റെയും ട്രംപിൻ്റെ ഉപദേഷ്ടാക്കളുടെയും ആ ഒരു നയങ്ങളുടെ പരിധിക്കപ്പുറം ആഗോള സാമ്രാജ്യത്വ വ്യവസ്ഥ നേരിടുന്നൊരു വിഷമസന്ധിയാണ് അതെടുത്ത് കാണിക്കുന്നത്. ലാഭത്തിനു വേണ്ടിയുള്ള അലച്ചിലാണ് മൂലധനത്തിൻ്റെ സവിശേഷത. സ്വന്തം രാജ്യങ്ങളിലുള്ള മൂലധനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭശതമാനം കുറഞ്ഞു വരാൻ തുടങ്ങിയതോടുകൂടിയാണ് ചരക്ക് കയറ്റുമതിയിൽ നിന്ന് മൂലധന കയറ്റുമതിയിലേക്ക് മുതലാളിത്തം കടന്നത്. അതിനെയാണ് ലെനിൻ സാമ്രാജ്യത്വ ഘട്ടമെന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ സാമ്രാജ്യത്വ ഘട്ടത്തിൽ മൂലധന കയറ്റുമതിയാണ് സവിശേഷത. അതിൻ്റെ ആ മൂലധന കയറ്റുമതിയാകത്തെ ആദ്യകാലങ്ങളിൽ പരമാവധി വില കുറഞ്ഞ അസംസ്കൃത പദാർത്ഥങ്ങളും വില കുറഞ്ഞ അധ്വാനവും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂഷണത്തിൻ്റെ തോത് തീവ്രമാക്കിക്കൊണ്ട് അധിക ലാഭം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ അതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഘട്ടമാണ് ആഗോളവൽക്കരണം കാണിക്കുന്നത്. ആഗോളവൽക്കരണം വരുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ശൃംഖലകൾ, അതായത് അസംസ്കൃത പദാർത്ഥങ്ങൾ ഒരിടത്ത് നിന്ന് അതിനെ പരിഷ്കരിക്കുന്നു, വേറൊരു സ്ഥലത്ത് അത് പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് മറ്റൊരു സ്ഥലത്ത്, എന്നിട്ട് ഇങ്ങനെയുള്ള ശൃംഖലകൾ, ഈ ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ആഗോള ശൃംഖലകളാണ് ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതിൻ്റെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെ, കുത്തക മൂലധനത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയുള്ള ആ ഒരു വാഞ്ചയാണ്. എങ്ങനെയെങ്കിലും പരമാവധി ലാഭം നേടിയെടുക്കുക എന്നുള്ളൊരാവശ്യം. അപ്പോൾ ഈ തീവ്രശ്രമം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് അമേരിക്കയിൽ 1960-കൾ മുതൽ തന്നെ അമേരിക്കൻ ഫാക്ടറി ഉൽപ്പാദനത്തിലെ ലാഭം കുറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 1947-ൽ ഈ രംഗത്തെ മൊത്തത്തിലുള്ള തൊഴിലിൻ്റെ 35%. പക്ഷേ 2015 ആകുമ്പോഴത്തേക്കും അത് 10% താഴെയായി. ഇത് സാമ്രാജ്യത്വത്തിൻ്റെ സ്വയോത്ഭവമായ പ്രവർത്തന ഫലമായിട്ടുണ്ടായൊരു കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും രാജ്യങ്ങൾ അവരുടെ അമേരിക്കൻ ചരക്കുകൾക്ക് വരവ് നിയന്ത്രിക്കാനായിട്ട്, അതിൻ്റെ വിപണി വെട്ടിക്കുറയ്ക്കാനായിട്ട് ചുങ്കം കുത്തനെ കൂട്ടിയതിൻ്റെ ഒന്നല്ല പ്രശ്നം. അതല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ നാണയങ്ങളുടെ മൂല്യം കുറച്ച് നിർത്തിയതിൻ്റെ അല്ല പ്രശ്നം. ഈ തരത്തിലുള്ള മൂലധനത്തിൻ്റെ ലാഭം തേടിയിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആഗോളവൽക്കരണം ഉടലെടുക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ പല വ്യവസായങ്ങളും ഒന്നുമില്ലെങ്കിൽ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ വലിയൊരു പങ്ക് മർദ്ദിത രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള വ്യവസായങ്ങൾ കുറയുന്നതോടുകൂടി അവിടെയുള്ള വ്യാവസായിക തൊഴിലാളികളുടെ എണ്ണവും കുറയും, തൊഴിലില്ലായ്മ വർദ്ധിക്കും. ഇന്നിപ്പോൾ അമേരിക്കയിൽ തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും സേവന മേഖലയിലാണ് പണിയെടുക്കുന്നത്, വ്യാവസായിക മേഖലയിലല്ല. ഇത് അമേരിക്കയുടെ മാത്രം കാര്യമല്ല, ലോകത്ത് സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ വളർച്ചയുടെ എന്ന് വെച്ചാൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള ആ ഒരു ഗതിവിഗതികളുടെ ചലനാത്മകതയുടെ സ്വാഭാവിക ഫലമായിട്ടുണ്ടായൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഈ ചുങ്കം വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നടക്കണ കാര്യമല്ല.
കാരണം ഇന്നിപ്പോൾ ഈ ശൃംഖലയെ പൊളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു ദുരിതം വരാൻ പോകുന്നത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ വ്യവസായ മേഖലയ്ക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് സേവന മേഖലയും ബാധിക്കും, എല്ലാ മേഖലകളിലേക്കും അത് പടർന്നു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ തന്നെയുള്ള പല ധനകാര്യ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ ഫെഡറൽ റിസർവ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ നയങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് അബദ്ധമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുക സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചേരും, റിസഷനിലേക്ക് എത്തിച്ചേരും എന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സാഹചര്യങ്ങൾ അതായിരിക്കും എന്നുള്ളതാണ് സകല ലക്ഷണങ്ങളും കാണിക്കുന്നത്. കാരണം ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നടക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം അമേരിക്കയിൽ. കാരണം ചുങ്കം കൊണ്ടുള്ള പയറ്റ് മാത്രമല്ല ട്രംപിൻ്റെ പദ്ധതി. സർക്കാരിൻ്റെ ഭരണച്ചെലവ് വെട്ടിക്കുറയ്ക്കുക, കോർപ്പറേറ്റുകളുടെ നികുതി കുറച്ച് കൊടുക്കുക, സൈനിക ചെലവ് കുത്തനെ കൂട്ടുക. ഇതാണ് ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കണമല്ലോ. അപ്പോൾ ഇതിന് മറയൊരുക്കാനായിട്ട് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണല്ലോ ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ ജനവിരുദ്ധ നയങ്ങൾക്ക് മറയൊരുക്കാനായിട്ടാണ് കുടിയേറ്റക്കാരെ, നിയമവിരുദ്ധമായിട്ടുള്ള കുടിയേറ്റക്കാരെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ പിടിച്ച് ബലമായിട്ട് നാടുകടത്തുന്ന നീക്കങ്ങൾ. അപ്പോൾ അതിലൂടെ ഒരു സങ്കുചിതമായൊരു ദേശീയബോധം കുത്തിയിളക്കി വിട്ടുകൊണ്ട് തൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ മറച്ചു വയ്ക്കാനായിട്ടാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർക്കാരിൻ്റെ ജീവനക്കാരായിരുന്ന പലരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെ പിരിച്ചു വിടാനായിട്ട് തന്നെ ഒരു വകുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തലവനായിട്ടാണ് എലോൺ മസ്കിനെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ, കാരണം ഈ പിരിച്ചുവിടപ്പെടുന്ന ആൾക്കാരാരാണ്? നല്ലൊരു ശതമാനം മധ്യവർഗത്തിൽ വരുന്ന ആൾക്കാരാണ്. താഴ്ന്ന മധ്യവർഗത്തിലോ ഇടത്തരം മധ്യവർഗത്തിലൊക്കെ വരുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള സർക്കാർ ജീവനക്കാരിൽ വലിയൊരു വിഭാഗം. അപ്പോൾ ഒരു വശത്ത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ നടത്തുന്നു. കാരണം അവർക്കുള്ള സൗജന്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായവും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെയുള്ള ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നു, വിദ്യാഭ്യാസ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നു, സാമൂഹ്യക്ഷേമ മേഖലകളിലെ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നതോടുകൂടി ഒരു വലിയൊരു വിഭാഗം ജനങ്ങളാണ് ഇന്നിപ്പോൾ ട്രംപിനെതിരെ അണിനിരുന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവായിരുന്നു ഏപ്രിൽ 5 അമേരിക്കയിൽ കണ്ട ബഹുജന റാലികൾ. 1400 കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 5 ലക്ഷത്തോളം ആൾക്കാർ ഈ റാലികളിൽ പങ്കെടുത്തു എന്നാണ് അവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തൊഴിലാളികൾ, ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ആൾക്കാർ, ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മറ്റേ LGBTQ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, കാരണം അവരുടെയൊക്കെ അവകാശമൊക്കെ നിഷേധിച്ചിട്ടുണ്ടല്ലോ. പിന്നെ സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞ് വന്നേക്കുന്ന ആൾക്കാർ, അങ്ങനെ പല പല തരത്തിലുള്ള ആൾക്കാരും ഐക്യപ്പെട്ടിട്ടുണ്ട്. അന്ന് അതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പടങ്ങളും മറ്റും കാണുമ്പോൾ, ന്യൂസ് ഫോട്ടോയും മറ്റും കാണുമ്പോൾ ഭൂരിപക്ഷം വെള്ളക്കാരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. കറുത്തവരുടെ സാന്നിധ്യം താരതമ്യേന കുറവാണ്. പക്ഷേ ആ വെള്ളക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സൂചനയും കൂടിയുണ്ട്. കാരണം ട്രംപിൻ്റെ സ്വാഭാവിക അടിത്തറയായിട്ട് വന്നിരുന്നവർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി വോട്ട് ചെയ്യാൻ അണിനിരുന്നൊരു വിഭാഗം തന്നെയാണ് ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊന്നും കൂടി തീവ്രമാകുന്നത് ഉറപ്പാണ്. മാത്രമല്ല ട്രംപിൻ്റെ ഈ നയങ്ങൾ പ്രകടമായിട്ട് തന്നെ അമേരിക്കൻ ഭരണഘടനയുടെയും നിയമവ്യവസ്ഥയുടെയും പല കാര്യങ്ങളെയും ലംഘിച്ചാണ് നടക്കുന്നത്. നാടുകടത്തലൊക്കെ ഉദാഹരണത്തിന് കാരണം കാണിക്കാതെയുള്ള അറസ്റ്റ്, കാരണം കാണിക്കാതെയുള്ള നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുള്ള നിയമവ്യവസ്ഥയെ തന്നെ ലംഘിക്കുന്നുണ്ട്. അതുകൊണ്ട് കോടതികൾ പലതും ഇതിന് സ്റ്റേ ചെയ്തിട്ടുണ്ട്, തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നിർത്തിവെക്കലൊന്നും വകവയ്ക്കാതെ, കോടതി ഉത്തരവുകൾ വകവയ്ക്കാതെ തൻ്റെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ട്രംപ് ചെയ്യുന്നത്. ഇത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഈ പറയുന്ന ബൂഷ പാർലമെൻ്ററി വ്യവസ്ഥ പ്രകാരം എക്സിക്യൂട്ടീവ്, അതുപോലെ കോടതി, പിന്നെ സൈന്യം, ഇങ്ങനെയുള്ള ഈ തരംതിരിവ് നിയമസഭ, ഈ 3 ആൾക്കാർ തമ്മിൽ, ഈ 3 സ്ഥാപനങ്ങൾ തമ്മിലുള്ളൊരു പരസ്പര ബന്ധത്തിന് ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചട്ടങ്ങളൊന്നും വകവയ്ക്കാതെ അതിനെ ലംഘിച്ചുകൊണ്ട് കോടതി ഉത്തരവുകളെ മാനിക്കാതെ പ്രവർത്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തന്നെയുള്ള വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടും. അത് ഭരണവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോക്ക് അവർക്ക് അനുകൂലിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് അത് എത്തുകയും ചെയ്യും. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും അവർ എത്താൻ പോകുന്നത്. ലോകതലത്തിലാകട്ടെ മൊത്തം സാമ്രാജ്യത്വ വ്യവസ്ഥയെ പിടിച്ച് ഉലയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചില പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും പോകുന്നുണ്ട്.
അതിലൊരു സാഹചര്യം, ഒരു സാധ്യത എന്ന് പറയുന്നത് ചൈനീസ് സാമ്രാജ്യത്വം ശക്തിപ്പെടുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ചുങ്കവർദ്ധനവ് ചൈനയുടെ സമ്പദ്ഘടനയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തിലെല്ലാ സമ്പദ്ഘടനകളെ പോലെ അതിനെയും ബാധിക്കുന്നത്. പക്ഷേ താരതമ്യമായിട്ട് അതിനെ മറികടക്കാനുള്ള ശേഷി ഇന്നുള്ള ഒരു രാജ്യം ചൈനയാണ്. കാരണം സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും അത് ഏറെക്കുറെ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ വലിയൊരു ജനസംഖ്യയുണ്ട്, വലിയൊരു ആഭ്യന്തര വിപണി വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ തന്നെ നയങ്ങളുടെ ഫലമായിട്ട്, കാരണം ഒരു സാധാരണ മുതലാളിത്തമല്ല ചൈനയിൽ നിലനിൽക്കുന്നത്, സാമ്രാജ്യത്വമായിട്ടത് മാറിയിട്ടുണ്ടെങ്കിലും അവിടെ നിലനിൽക്കുന്ന ഒരു തരത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊരു മുതലാളിത്തമാണ്. അപ്പോൾ ആ മുതലാളിത്തത്തിൻ്റെ തന്നെ പല ന്യൂനതകൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന ജനങ്ങളുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തിൽ, ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ, അങ്ങനെ പല പല കാര്യങ്ങളിലും അതൊരു ഫാസിസ്റ്റ് ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിപണി വികസിപ്പിക്കുന്നതിനായി പരിമിതികൾ നേരിടുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും അതിനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വെട്ടിച്ചുരുക്കി ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഇതേപോലെ തന്നെ പല കാര്യങ്ങളിലും അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലേക്ക് തിരിയാൻ അതിന് കഴിയും. അതിൻ്റെ കയറ്റുമതി മറ്റ് രാജ്യങ്ങൾക്ക് തിരിച്ചു വിടാനും കഴിയും, അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിന് പകരം. മാത്രമല്ല വളരെ കുറഞ്ഞ വിലയിൽ, ബോധപൂർവം തന്നെ വിപണി പിടിച്ചെടുക്കാൻ വേണ്ടി കുറഞ്ഞ വിലയിൽ ചരക്കുകൾ കയറ്റി അയക്കാനായിട്ടും അങ്ങനെ മറ്റു പല രാജ്യങ്ങളിലെ വിപണി വികസിപ്പിക്കാനും അല്ലെങ്കിൽ കൈയടക്കാനും കഴിയുന്നൊരു സാഹചര്യം ഉയർന്നു വരും. ഇത് ചൈനീസ് സോഷ്യൽ സാമ്രാജ്യത്വത്തിനെ ശക്തിപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കതിൻ്റെ ഗതിവിധികൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് അവസാനമായിട്ടൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ട്രംപിൻ്റെ ഇമാതിരിയുള്ള നിലപാടുകൾ, ചുങ്കം ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി വ്യാപാര കരാറുണ്ടാക്കുന്ന നീക്കങ്ങൾ വിവിധ രാജ്യങ്ങൾ വിവിധ രീതിയിലാണ് നേരിടുന്നത്. പ്രത്യേകിച്ചും കാനഡ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ആ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ച് ചുങ്കം കൂട്ടുകയും മാത്രമല്ല അമേരിക്കയിലേക്കുള്ള ധാതുക്കളുടെയും എണ്ണയുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ കയറ്റുമതി വെട്ടിച്ചുരുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ട് കിടക്കുന്ന വേറൊരു മൂന്നാം ലോക രാജ്യമാണ് അമേരിക്ക. ഒരു സാമ്രാജ്യത്വ രാജ്യം അല്ല, കാനഡ ഒരു സാമ്രാജ്യത്വ രാജ്യമാണ്. മെക്സിക്കോ ഒരു മൂന്നാം ലോക രാജ്യമാണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യമാണ്. അവരും ട്രംപിൻ്റെ ഈ നയങ്ങൾക്ക് പൂർണ്ണമായിട്ട് വഴങ്ങിക്കൊടുക്കാതെ ചെറുക്കെന്നുള്ള പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ്. ഇവിടെ ആകട്ടെ മോഡി സർക്കാർ മുട്ടുകുത്തി എഴഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ കരകയറ്റണേ, രക്ഷിക്കണേ, ഞങ്ങളോട് ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേണപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകശക്തിയാകുന്നു, മറ്റതാകുന്നു, മറിച്ചതാകുന്നതുകൊണ്ട് വീമ്പിളക്കിക്കൊണ്ടിരുന്നവർ ഇതിനു മുമ്പിൽ എങ്ങനെയാണ് മുട്ടുമുടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് സംഘികളുടെ അന്തർലീനമായ സ്വഭാവമാണ്, ജന്മസ്വഭാവമാണ്. അവർ രൂപം കൊണ്ട് അന്ന് മുതൽ തന്നെ സാമ്രാജ്യത്വ വിധേയത്വവും സാമ്രാജ്യത്വത്തിനോടുള്ള സേവയും അവരുടെ കൂടപ്പിറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം മോഡി സർക്കാർ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യം.